Newton's law in the solve the problems. First one, a force of 100 Newton is exerted on a 20 kilogram block at rest for 5 seconds. The block is allowed to continue its motion for an additional time of 20 seconds. Find 1. The maximum velocity acquired by the block. 2. Total distance covered. അപ്പോൾ ബ്ലോക്കിൻ്റെ മാസ് എം തന്നിട്ടുണ്ട് 20 കിലോഗ്രാം. അതിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് തന്നിട്ടുണ്ട് 100 ന്യൂട്ടൺ. ഇത് രണ്ടും കൊണ്ട് ആക്സിലറേഷൻ കാണാൻ ന്യൂട്ടൺസിൽ വെച്ച് എഫ് ഈക്വൽസ് എം എ ഓർ ആക്സിലറേഷൻ എ ഈക്വൽസ് എഫ് ബൈ എം. ദറ്റ് ഈസ് 100 by 20 or 5 meter per second square. അപ്പോൾ ആക്സിലറേഷൻ കിട്ടി. ബ്ലോക്ക് ഇനിഷ്യലി അറ്റ് റെസ്റ്റാണ്. ഇപ്പോൾ യു ഈക്വൽ 0. 5 സെക്കൻഡ് നേരത്തേക്കാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ടി ഈക്വൽസ് 5 seconds. എങ്കിൽ വി എത്ര? ഈ കിട്ടുന്നത് മാക്സിമം വെലോസിറ്റി എസ്. ഈ സമയം കൊണ്ട് ഓടിയ ദൂരം S1 എന്നിരിക്കട്ടെ. വി ഈക്വൽസ് യു പ്ലസ് 80 ഈക്വൽസ് 0 പ്ലസ് 5 ഇൻറ്റു ടി 5 seconds. അപ്പോൾ 25 meter per second. ഇതാണ് മാക്സിമം വെലോസിറ്റി. ഇനി ഇപ്പോൾ ഓടിയ ദൂരം കാണാൻ എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഈ ഡിസ്റ്റൻസ് S1 എന്നിരിക്കട്ടെ. S1 ഈക്വൽസ് യു 0 ആൻഡ് യു ടി 0 പ്ലസ് ഹാഫ് ഇൻറ്റു എ 5 ഇൻറ്റു ടി സ്ക്വയർ 5 സ്ക്വയർ. അല്ലെ 62.5 meter. അപ്പോൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയം 5 സെക്കൻഡാണ്. ആ 5 സെക്കൻഡ് കൊണ്ട് 62.5 meter ഇത് ഓടിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഫർദറായിട്ട് അഡീഷണലായിട്ട് ഒരു 20 സെക്കൻഡ് സമയം കൂടി ഇത് പിന്നീട് ഓടുക. പിന്നെ ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ അതിന് കിട്ടിയിരിക്കുന്ന അതേ വെലോസിറ്റിയിലാത് ബാക്കി ദൂരങ്ങൾ ഓടുന്നത്. 20 സെക്കൻഡ് നേരത്തെ ഓടിയ ദൂരമാണ് കാണണ്ടേ. അപ്പോൾ S2 ഈക്വൽസ് ഈ ആദ്യത്തെ 5 സെക്കൻഡ് 5 സെക്കൻഡ് കൊണ്ട് അതിന് കിട്ടിയ വെലോസിറ്റി, ആ മാക്സിമം വെലോസിറ്റി എത്രയാണോ ദാറ്റ് ഇൻറ്റു ടൈം. പിന്നീട് ആ വെലോസിറ്റി തന്നെയാണ് പോകുന്നത്. ഫോഴ്സ് പിന്നെ ഇല്ല. ഫോഴ്സ് ഇല്ലെങ്കിൽ വെലോസിറ്റി വിൽ റിമെയിൻ എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ S2 ഈക്വൽസ് മാക്സിമം വെലോസിറ്റി ഇൻറ്റു ടൈം. ദറ്റ് ഈസ് 25 meter per second. അതായത് മാക്സിമം വെലോസിറ്റി ഇൻറ്റു അഡീഷണൽ ആയിട്ടുള്ള ടൈം 20 സെക്കൻഡ് നേരം ഇത്രയും വെലോസിറ്റി ഉണ്ട്. ദറ്റ് ഈസ് 500 meter. എങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് S ഈക്വൽസ് S1 പ്ലസ് S2 62.5 പ്ലസ് 500 ഓർ 562.5 meter. അതാണ് ആൻസർ. Another one. A 100-gram ball is bowled by a player at 40 meter per second towards a batsman. He hits the ball back at 60 meter per second. If the contact between the ball and the bat lasted for 0.1 second, find the force experienced by the bat. അപ്പോൾ 100 gram മാസുള്ള ഒരു ക്രിക്കറ്റ് ബോള് 40 meter per second വെലോസിറ്റിയിൽ ബൗളർ എറിയുന്നു ഒരു ബാറ്റ്സ്മാൻ്റെ നേർക്ക്. ബാറ്റ്സ്മാൻ ഇതിനെ 60 meter per second സ്പീഡിൽ തിരിച്ചടിച്ച് അതേ ഡയറക്ഷനിൽ തിരിച്ചു വിടുക, വന്ന ഡയറക്ഷനിലേക്ക് തിരിച്ചു വിടുക. എങ്കിൽ ബാറ്റും ബോളും തമ്മിൽ കോണ്ടാക്റ്റ് വരുന്ന സമയം 0.1 സെക്കൻഡ്. അത്രയും സമയം കൊണ്ട് അതേ ഫോഴ്സ് കിട്ടുന്നത്. ആ ഫോഴ്സ് എത്ര ആണെന്ന് അറിയണ്ടേ. അപ്പോൾ ഇവിടെ യു ബാറ്റിൽ കൊള്ളുന്നതിന് മുമ്പ്, ബാറ്റ് വെച്ച് അടിക്കുന്നതിന് മുമ്പ് ബോളിൻ്റെ വെലോസിറ്റി യു ഈക്വൽസ് 40 meter per second. വി എന്ന് പറഞ്ഞാൽ ബാറ്റിൽ നിന്നും ബാറ്റ് അടിച്ച് പുറത്തേക്ക് വിടുമ്പം ഉള്ള വെലോസിറ്റിയാണ്. അത് -60 എടുക്കണം. ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്.
വന്ന ദിശയിൽ തിരിച്ചു വിടുക. അപ്പോൾ വെലോസിറ്റി വെക്ടർ ആയതുകൊണ്ട് അതിന് സൈൻ മൈനസ് കൊടുക്കണം. 40 മുന്നോട്ട്, 60 ബാക്കിലോട്ട്, ബൗളിലോട്ട് നേർക്കാം. അപ്പോൾ -60 t 0.1 സെക്കൻഡ് എങ്കിൽ ആക്സിലറേഷൻ കാണാമല്ലോ. ആക്സിലറേഷൻ ഓഫ് ദി ബോൾ a equals v minus u by t. That is -60 minus 40 ഇത് v minus u by t 0.1. That is minus 1000 meter per second square. എങ്കിൽ ഇതാണ് ഈ ബോളിൻ്റെ ആക്സിലറേഷൻ. എങ്കിൽ ഈ ബോളിൽ കിട്ടിയ ഫോഴ്സ്, ഈ ബാറ്റ് പ്രയോഗിച്ച ബലം, ബാറ്റ് ബോളിലോട്ട് പ്രയോഗിച്ച ബലം F equals ഫോഴ്സ് on the ball. F equals mass of the ball into its acceleration. ma 100 gram m, അതിനെ കിലോഗ്രാം ആക്കുമ്പോൾ 100/1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണമല്ലോ കിലോഗ്രാം ആക്കാൻ, ഇൻറ്റു ആക്സിലറേഷൻ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, ആ മൈനസോട് കൂടി വേണം ഇടാൻ, -1000. സോ ആൻസർ ഈസ് -100 ന്യൂട്ടൺ. ഇത് ബോളിൽ ബാറ്റ് കൊടുത്ത ബലമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബാറ്റിൽ അനുഭവപ്പെട്ട ബലമാണ്. അത് ഇതിൻ്റെ റിയാക്ഷനാണ്. ഇത് ആക്ഷനാണ്. അപ്പോൾ റിയാക്ഷനാണ് ബാറ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദി ബാറ്റ് is equal to reaction to this force. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം റിയാക്ഷൻ. ഈക്വൽസ് മൈനസ് ഓഫ് -100 or 100 ന്യൂട്ടൺ. അതാണ് ആൻസർ. Another one. Find the acceleration of the system shown in the figure. Also finds tension in the cable. Take G equals 10 meter per second square. Neglect friction on the pulley. ഫിഗർ തന്നിട്ടുണ്ട്. 2 ബ്ലോക്കുകൾ, ഇത് 3 കിലോഗ്രാം, ഇത് 4 കിലോഗ്രാം. ടെൻഷൻ, ഫ്രിക്ഷൻ ഇല്ലാത്ത പുള്ളിയാകുമ്പോൾ 2 സൈഡിലും ടെൻഷൻ ഒരേ വാല്യൂ ആണ് വരുന്നത്. ഇവിടെ ആദ്യം ആക്സിലറേഷൻ കാണണം. എനിക്ക് ഈ 4 കിലോഗ്രാം ആണ് ഈ ബ്ലോക്കിന് മാസ് കൂടുതൽ. അപ്പോൾ ഇത് താഴോട്ട് വരും, ഇത് മുകളിലോട്ട് പോകും. അപ്പോൾ ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ മാസ് F/m. ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ മാസ് ഡിഫറൻസ് 4 - 3 അതിൻ്റെ വെയിറ്റ് വ്യത്യാസം. 4 കിലോഗ്രാമിൻ്റെ വെയിറ്റും നിന്നും 3 കിലോഗ്രാമിൻ്റെ വെയിറ്റ് കുറയ്ക്കുന്നതാണ് ഇവിടുത്തെ റിസൾട്ടൻ്റ് ഫോഴ്സ്. ഇത് 1 കിലോഗ്രാമിന് കൂടുതലുണ്ട്, അതിൻ്റെ വെയിറ്റാണ് ഇതിനെ ചലിപ്പിക്കുന്നത്. അപ്പോൾ A ഈക്വൽസ് നെറ്റ് വെയിറ്റ് ബൈ ടോട്ടൽ മാസ് F/m. നെറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ mg, നെറ്റ് മാസ് 4 - 3 കിലോഗ്രാം. അതിനെ ന്യൂട്ടൺ ആക്കണമെങ്കിൽ ഇൻറ്റു g, mg ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 4 + 3. ദറ്റ് ഈസ് 4 - 3 is 1, 1 × 10, 10, 10/7, 10/9, 10/4 + 3 7, 10/7, that is 1.43 meter per second square. അതാണ് ആക്സിലറേഷൻ. ഇനി ടെൻഷൻ ചോദിച്ചിട്ടുണ്ട്. അതിന് ഈ A ബ്ലോക്കിലുള്ള ഇതേ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതിൽ 2 ഫോഴ്സ് ഉണ്ട്. ടെൻഷൻ മുകളിലോട്ട്, ഇതിൻ്റെ തന്നെ വെയിറ്റ് താഴോട്ട്. ഇതിൽ ടെൻഷനായി ഇവിടെ കൂടുതൽ, കാരണം ഈ ബ്ലോക്ക് താഴോട്ട് വരും, ഭാരം കൂടുതലുള്ളതുകൊണ്ട്. ഇതപ്പം മുകളിലോട്ടാണ് പോകുന്നത്. ഇത് മുകളിലോട്ട് പോകുമ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര? T മൈനസ് ഇതിൻ്റെ വെയിറ്റ് WA, T മൈനസ് വെയിറ്റ് ഓഫ് ദിസ് ബ്ലോക്ക്. വെയിറ്റ് താഴോട്ട്, T മുകളിലോട്ട്. അപ്പം നെറ്റ് ഫോഴ്സ്, റിസൾട്ടൻ്റ് ഫോഴ്സ് ഓൺ ദി ബ്ലോക്ക് A ഈസ് T മൈനസ് WA.
That must be equal to ma. F equals net resultant force. F equals mass into acceleration. ഇവിടുന്ന് ടി കണ്ടുപിടിക്കാം. മാസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 3 കിലോഗ്രാമാണ്. 3 കിലോഗ്രാം ഇൻറ്റു ആക്സിലറേഷൻ. ആക്സിലറേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ടെൻഷൻ കാണാം. ടി ഈക്വൽസ് 3a പ്ലസ് T3a plus WA equals 3 into A. A is 1.43 plus WA. ഇതിൻ്റെ വെയിറ്റ് mg 3 into 10. G 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ mg 3 into 10. That is 34.34 Newton. 34.3 Newton. അതാണ് ആൻസർ. ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ കൂടുതൽ ഇനി പല ടൈപ്പ് കാണും. പ്ലേലിസ്റ്റ് കുറേ ഉണ്ട്. എല്ലാം കൂടെ നോക്കി പഠിക്കുക. താങ്ക് യു.